പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. ഞാൻ ആഷിഖ് ജോയ്. നമ്മൾ ബ്ലസ്സഡ് ആൻ കാതറിൻ എമറിച്ചിൻ്റെ വിഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയെ സമർപ്പിച്ചതിന് ശേഷം പിന്നീട് ആൻ കാതറിൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വിശുദ്ധ ഔസപിതാവിൻ്റെ ബാല്യകാലവും പിന്നീട് ഔസപിതാവ് മാതാവിനെ കാണുന്നതും അവരുടെ വിവാഹ ജീവിതവുമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with the prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ ഇപ്രകാരമാണ് പറയുന്നത്. വിശുദ്ധ ഔസപിതാവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. 6 സഹോദരന്മാരിൽ മൂന്നാമനായിരുന്നു ജോസഫ്. ബത്ലഹേമിന് പുറത്തുള്ള ഒരു വലിയ മാളികയിലായിരുന്നു ജോസഫിൻ്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്നത്. ദാവീദ് ജനിച്ച സ്ഥലമായിരുന്നു അത്. എന്നാൽ ജോസഫിൻ്റെ കാലമായപ്പോഴേക്കും പ്രധാന മതിലുകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. പിതാവിൻ്റെ പേര് ജേക്കബ് എന്നായിരുന്നു. വീടിന് മുന്നിൽ വലിയൊരു മുറ്റവും പൂന്തോട്ടവും ഉണ്ടായിരുന്നു. മൃഗങ്ങളുടെ തലകളുടെ ആകൃതിയിലുള്ള കുഴലുകളിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു കൽക്കിണർ അവിടെ ഉണ്ടായിരുന്നു. ജോസഫിനും സഹോദരന്മാർക്കും കളിക്കാനായി മൃഗങ്ങളുടെ രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. ഏകദേശം 8 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ജോസഫ് സഹോദരന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. അവൻ വളരെ കഴിവുള്ളവനും പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്നവനും ആയിരുന്നു. എന്നാൽ അവൻ ലളിതമായ ജീവിത രീതിയും സൗമ്യതയും ദൈവഭക്തിയും ഉള്ളവനായിരുന്നു. സഹോദരന്മാർ അവനെ പലപ്പോഴും ഉപദ്രവിക്കുകയും തമാശകൾ കാണുകയും ചെയ്യുമായിരുന്നു. ജോസഫ് പ്രാർത്ഥിക്കുമ്പോൾ അവർ അവനെ ചവിട്ടുകയും തള്ളിയിടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ജോസഫ് അതെല്ലാം ക്ഷമയോടെ സഹിച്ചു. നമ്മുടെ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലച്ഛൻ എപ്പിഫനി എന്ന് പറയുന്ന ആ 25 ദിവസത്തെ ക്രിസ്മസിന് ഒരിക്കലുമായിട്ട് പറയുന്ന സ്പീച്ചിൽ അച്ഛൻ ജോസഫും നമ്മുടെ ഔസപിതാവും പഴയ നിയമത്തിലെ ജോസഫും തമ്മിലുള്ളൊരു കണക്ഷൻ പറയുന്നുണ്ട്. വളരെ മനോഹരമായ കണക്ഷൻ. അപ്പോൾ ആൻ കാതറിൻ്റെ ഈ വിഷൻസും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയാണ്. ജോസഫ് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമില്ലായിരുന്നു. സഹോദരന്മാരുടെ ഉപദ്രവം സഹിക്കാനാവാതെ 18-ാം വയസ്സിൽ ജോസഫ് രാത്രിയിൽ വീട് വിട്ടിറങ്ങി. അവൻ മരപ്പണി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾ അവൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ടുവെന്ന് കരുതി. പിന്നീട് സഹോദരന്മാർ അവനെ കണ്ടെത്തി ഉപദ്രവിച്ചെങ്കിലും ജോസഫ് തൻ്റെ എളിയ ജോലി തുടർന്നു. അവൻ ദൈവഭയത്തോടെയും വിനയത്തോടെയും ജീവിച്ചു. പിന്നീട് ജോസഫിൻ്റെ മാതാപിതാക്കൾ മരിക്കുകയും കുടുംബം ക്ഷയിക്കുകയും ചെയ്തു. ജോസഫ് മറിയവുമായുള്ള വിവാഹ നിശ്ചയത്തിന് തൊട്ടു മുൻപ് തൻ്റെ വാസസ്ഥലത്ത് കൂടുതൽ ഏകാന്തമായ ഒരു പ്രാർത്ഥനാലയം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അത് വിലക്കി. പഴയ നിയമത്തിലെ ജോസഫ് ഈജിപ്തിലെ ധാന്യപ്പുരകളുടെ അധികാരിയായതുപോലെ രക്ഷാകര പദ്ധതിയുടെ കാവൽക്കാരനാകാൻ പോകുന്നത് ഇദ്ദേഹമാണെന്ന് മാലാഖ അറിയിച്ചു. കണ്ടോ, എന്തൊരു കണക്ഷനാണ്! ആ എപ്പിസോഡ് കണ്ടവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. വളരെയധികം സമാനതയുണ്ട്. അപ്പോൾ ഇവിടെ മാലാഖ വന്ന് പറയുകയാണ്, പഴയ നിയമത്തിലെ ജോസഫ് ഈജിപ്തിലെ ധാന്യപ്പുരകളുടെ അധികാരിയായതുപോലെ രക്ഷാകര പദ്ധതിയുടെ കാവൽക്കാരനാകാൻ പോകുന്നത് നീയാണ് എന്ന് മാലാഖ വന്ന് ഔസപിതാവിനെ അറിയുകയാണ്. Joseph, son of David, choose your rod. Hear my prayer, Lord. A miracle. He is the chosen one. Joseph, son of David, choose your rod. Hear my prayer, Lord. A miracle. He is the chosen one. മറിയത്തോടൊപ്പം പിന്നീട് രംഗം പോകുന്നത് പരിശുദ്ധമ്മ ദേവാലയം വിട്ടു വരുന്ന ഭാഗമാണ്. മറിയത്തോടൊപ്പം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന മറ്റ് 7 കന്യകമാരെയും വിവാഹം കഴിപ്പിച്ച് വിടേണ്ട സമയമായി. ദേവാലയം വിട്ടു പോകുന്നതിൽ മറിയം അതീവ ദുഃഖിതയായിരുന്നു. എന്നാൽ വിവാഹം കഴിക്കണമെന്ന് അവളോട് നിർദ്ദേശിക്കപ്പെട്ടു. പ്രവാചകനായ യേശയ്യ പറഞ്ഞതുപോലെ ജസ്സയുടെ വേരിൽ നിന്ന് ഒരു മുള പൊട്ടിമുളയ്ക്കും, അതിൽ നിന്ന് ഒരു പുഷ്പം വിരിയുകയും ചെയ്യും എന്ന വചനം പുരോഹിതന്മാർക്ക് ദർശനത്തിൽ ലഭിച്ചു. അതനുസരിച്ച് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട അവിവാഹിതരായ എല്ലാ പുരുഷന്മാരെയും ദേവാലയത്തിലേക്ക് വിളിച്ചു വരുത്തി. ഓരോരുത്തർക്കും ഓരോ വടി നൽകി. ആരുടെ വടിയിലാണോ പൂവ് വിരിയുന്നത്
അവനായിരിക്കും മറിയത്തിൻ്റെ ഭർത്താവ്. സോ മറിയത്തിൻ്റെ ഭർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പുരോഹിതന്മാർ ആ ഗോത്രത്തിലെ എല്ലാവരും വിളിച്ചുകൂട്ടി. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട സകല പുരുഷന്മാരും വിളിച്ചുകൂട്ടി. ആദ്യം മറിയത്തെ വിവാഹം കഴിക്കാൻ അതിയായി ആഗ്രഹിച്ച ഒരു യുവാവ് വന്നിരുന്നു. എന്നാൽ അവൻ്റെ വടിയിൽ പൂക്കൾ വിരിഞ്ഞില്ല. നിരാശനായ അവൻ കാർമൽ മലയിലേക്ക് പോയി സന്യാസ ജീവിതം ആരംഭിച്ചു. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരാൾ കൂടി വരാനുണ്ടെന്ന് പുരോഹിതന്മാർ പഴയ രേഖകളിൽ നിന്ന് കണ്ടെത്തി. അത് ജോസഫായിരുന്നു. ജെറുസലേമിൽ നിന്ന് 6 മൈൽ അകലെ ഒരു എളിയ വീട്ടിൽ താമസിച്ചിരുന്ന ജോസഫിനെ അവർ കണ്ടെത്തി. ജോസഫ് ദേവാലയത്തിലെത്തി വടി ബലിപീഠത്തിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അറ്റത്ത് ലില്ലിപ്പൂവ് പോലെ വെളുത്ത ഒരു പുഷ്പം വിരിഞ്ഞു. പരിശുദ്ധാത്മാവിനെ പോലെ ഒരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുകളിൽ വരുന്നത് കണ്ടു. അങ്ങനെ മറിയം അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചു. ജനുവരി 23-നാണ് വിവാഹ നിശ്ചയം നടന്നതെന്ന് കരുതപ്പെടുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും ഔസേപ്പിതാവിൻ്റെ ചിത്രങ്ങളിൽ നമ്മൾ ഈ ആ ഒരു ബ്രാഞ്ചും ഈ പൂക്കളും ലില്ലിപ്പൂക്കളും നമ്മൾ കാണുന്നത്. അപ്പോൾ ജനുവരി 23-നാണ് വിവാഹ നിശ്ചയം നടന്നതെന്ന് കരുതപ്പെടുന്നു. ജെറുസലേമിലെ സിയോൻ മലയിലുള്ള ഒരു വീട്ടിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. മറിയം അതിമനോഹരമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. പിന്നീട് ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അത് തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. മറിയത്തിൻ്റെ മുടി മനോഹരമായി കെട്ടിവെച്ചിരുന്നു. മറിയം ഇടത്തരം ഉയരമുള്ളവളും തവിട്ട് നിറമുള്ള മുടിയും നീണ്ട കൺപീലികളും മനോഹരമായ കണ്ണുകളും ഉള്ളവളായിരുന്നു. ജോസഫ് നീല നിറത്തിലുള്ള നീളമുള്ള കോട്ടും തവിട്ട് നിറത്തിലുള്ള കോളറും ധരിച്ചിരുന്നു. വിവാഹശേഷം ജോസഫ് ബിസിനസ് ആവശ്യങ്ങൾക്കായി ബത്ലഹേമിലേക്ക് പോയി. മറിയം നസ്രത്തിലെ അമ്മയായ അന്നയുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് ജോസഫും മറിയവും നസ്രത്തിലെ വീട്ടിൽ താമസമാക്കി. ജോസഫ് വീടിൻ്റെ മുൻവശത്തുള്ള ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. അവർ പരസ്പരം അതീവ ബഹുമാനത്തോടും മൗനത്തോടും കൂടിയാണ് പെരുമാറിയിരുന്നത്. മറിയം നൂൽ നൂൽക്കുകയും തുന്നുകയും ചെയ്യുമായിരുന്നു. ലളിതമായ പാചക രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പ്രധാനമായും ആട്ടിൻപാലും പ്രാവിറച്ചിയും ഭക്ഷണമായി ഉപയോഗിച്ചു.